റബ്ബേ, ഈ സമയത്ത് ഇവിടെ ഒരുമിച്ചുകൂടിയ ഈ മുഅ്മിനീങ്ങൾ, സാധുക്കളായ ഞങ്ങൾക്ക് അഹങ്കാരത്തിന്റെ ഭാഷ നിന്റെ മുന്നിലില്ല, ആരെ മുന്നിലുമില്ല. നീ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെ ഖൽബിൽ തഖ്വ തരണേ അല്ലാ. തഖ്വയുടെ ഉറവിടം ഹൃദയമാണ്, മനസ്സാണ്. ഈ തഖ്വയുടെ ഉറവിടം മനസ്സ് നന്നാകാതെ രൂപഭാവങ്ങളിലേക്കല്ലല്ലോ പടച്ച റബ്ബിന്റെ നോട്ടം. അതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുറെ ആളുകൾ നാശത്തിൽ പെട്ടുപോകുന്നു. ആരാണ് നാശത്തിൽ പെട്ടുപോകുന്നത്? ഏതൊരു മനുഷ്യനും നാശത്തിന് മതി. എന്ത് മതി? മുസ്ലിം, അവന്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കൽ മതി. മുസ്ലിമായ ഒരു സഹോദരനെ നിന്ദിച്ചാൽ അത് മാത്രം മതി നാശത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നാശത്തിന് നിസ്കാരമൊഴിക്കണമെന്നില്ല, നോമ്പൊഴിക്കണമെന്നില്ല, സുന്നീന്ന് രാജിവെക്കണമെന്നില്ല, കള്ള് കുടിക്കണമെന്നില്ല, വ്യഭിചരിക്കണമെന്നില്ല. നാശം സംഭവിക്കാൻ, ഒരു മനുഷ്യന് നാശം വരാൻ, തിന്മ വരാൻ ഒരു മുസ്ലിമിനെ നിന്ദിച്ചാൽ മതി. എന്നിട്ട് അവിടുന്ന് പറയാണ്, അതേ കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, സർവ മുസ്ലിമും മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്. അതേ പവിത്രതയുള്ളതാണ്. മുസ്ലിമിന് മറ്റൊരു മുസ്ലിം ഹറാമാണ്, പവിത്രതയുള്ളതാണ്. എന്താല അതേ വീണ്ടും പറയുകയാണ്, ദമുഹു വമാലുഹു വഇർദുഹു, വേറൊരു മുസ്ലിമിന്റെ ചോര പവിത്രമാണ്, വേറൊരു മുസ്ലിമിന്റെ ചോര ചിന്തിയാൽ അത് ഹറാമാണ്, വേറൊരു മുസ്ലിമിന്റെ ധനം അപഹരിച്ചാലും എങ്ങനെ തട്ടിയെടുത്താലും ഹറാമാണ്. ആ മുസ്ലിമിന്റെ ധനം പവിത്രമാണ്. വഇർദുഹു, മുസ്ലിമിന്റെ അഭിമാനം പവിത്രമാണ്. വേറൊരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്ക് പറഞ്ഞാൽ അത് ഹറാമാണ്. അത് മാത്രം മതി നാശത്തിന്. മറ്റുള്ളവരെ നിന്ദിക്കാൻ, മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്താൻ, മറ്റുള്ളവരെ എന്ന് പറഞ്ഞാലോ മറ്റുള്ള പണ്ഡിതന്മാരെ, മറ്റുള്ള തങ്ങന്മാരെ, അവനവന്റെ സംഘടനയിൽപ്പെടാത്ത മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി മാത്രം സുബ്ഹാനല്ലാഹ് ഒരുമിച്ച് കൂടുന്നവരില്ലേ? അതിനുവേണ്ടി മാത്രം സമ്മേളിക്കുന്നവരില്ലേ? അതിനുവേണ്ടി മാത്രം സംസാരിക്കുന്നവരില്ലേ? അല്ലാഹുവേ, അവരും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവപ്പെട്ട ഉമ്മത്തുകളാണ്. അവർക്കൊക്കെയും തൗബ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ റഹ്മാനേ. അവരെയും കൂടി നന്നാക്കി സാധാരണക്കാരുടെ തഖ്വയും ഈമാനും രക്ഷപ്പെടുത്താനുള്ള വഴി നീ ഉണ്ടാക്കി തരണേ അല്ലാഹ്. ഞാൻ വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്, സഹതാപത്തോടെ പറയുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം? മനസ്സിന്റെ ഏറ്റവും വലിയ വിഷയം നിങ്ങൾ നോക്കൂ. അതിന് എത്രയേ ഹദീസുകൾ ഉള്ളത്. ഇപ്പൊ പറഞ്ഞാൽ 1000 ദിവസം പറഞ്ഞാൽ തീരുവോ? സുബ്ഹാനല്ലാഹ്. ഇപ്പോ എല്ലാവർക്കും ഇപ്പൊ തന്നെ ഞാൻ പ്രസംഗിച്ചാൽ, നിങ്ങളൊക്കെ പിന്നെ മുഅ്മിനീങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല. ഞാൻ പ്രസംഗിച്ചാൽ നിങ്ങൾ പിടിക്കുമെന്നറിയില്ല. അതെ, അത് എന്തെങ്കിലും ഒരു ചീത്ത പറയാതെ, എന്തെങ്കിലും ഒരു തെറി പറയാതെ കുറേ ഇങ്ങോട്ട് കേൾക്കുമ്പോ കുറച്ചൊക്കെ അങ്ങോട്ടും വേണ്ടേ? അങ്ങനെയാണ് ചിലരുടെ ധാരണ. നിങ്ങൾക്കാർക്കും ആ ധാരണ ഉണ്ടാവുന്നല്ല. നമ്മളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല. നമ്മുടെ ആദർശമാ. നമ്മൾ ആരോ കളിക്കുമ്പോൾ നമ്മളും കളിക്കലല്ല. വേറെ ആരൊക്കെയോ കളിക്കുന്നത് വേണം അങ്ങനെ കളിക്കലാ. സുബ്ഹാനല്ലാഹ്. ഒരാൾ കള്ളും കുടിച്ചു വന്നിട്ട് നമ്മളെ വീട്ടിന്റെ മുൻഭാഗത്ത് വന്ന്, സുബ്ഹാനല്ലാഹ്, കള്ളു കുടിച്ചവനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? സീബോ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാ ഉസ്താദേ ലാമലി ഫെയ്ദാണ്? കള്ളു കുടിച്ചവൻ നടക്കും പോലെയാണ്. ലാമലി ഫെയ്തും അങ്ങനല്ലേ? ഒരു കാലിപ്പുറമൊക്കെ മറ്റേ കാലിപ്പുറമൊക്കെ.
അപ്പൊ ഈ ലാമലിഫ് എഴുതിയ പോലെ നടക്കുന്ന ഒരു കള്ളൂടിയാണ് ലാമലിഫ്. അറബിയിലുള്ള ഒരു അക്ഷരാണ്, അറബിയിലുള്ള ഒരു അക്ഷരം ലാമലിഫ്. അത് മലയാളത്തിലില്ല. മലയാളത്തിൽ പല അക്ഷരവും അറബിയിലുള്ള ഇല്ല. അതുകൊണ്ടാണ് സുന്നികളെ മദ്രസയെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ നിർബന്ധം പറയുന്നത്. ഞാൻ കുറ്റിയാടി ചെന്ന് നോക്കുമ്പോ സുന്നികളെ മദ്രസയില്ല. 5-10 സ്ഥലത്ത് തീർത്തും സുന്നികളല്ലാത്തവർ മദ്രസ. ഞാൻ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒക്കെ മലയാളത്തിലുള്ള ബുക്ക്. മലയാളത്തിലുള്ള ബുക്ക് ആയതുകൊണ്ട് ഒറ്റൊന്നും ഇസ്ലാം ദീന് പഠിക്കൂല. കാരണം എന്തുകൊണ്ട്? അറബിയിലുള്ള പല അക്ഷരവും മലയാളത്തിലില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. ഖാഫ് മലയാളത്തിലുണ്ടോ? ഖാഫ് മലയാളത്തിലുള്ള ഖാഫ് എവിടെ? ഖാഫില്ല. സ്വാദ് മലയാളത്തിലുണ്ടോ? ഇല്ല. മലയാളത്തില്ല. അല്ലാതെ ഫ എന്ന അക്ഷരം മലയാളത്തിലുണ്ടോ? ഇല്ല. ഫ ഇല്ല. ദാലുണ്ടോ? സായി ഉണ്ടോ? സുബ്ഹാനല്ലാഹ് എത്ര ഉണ്ട് പറയാൻ. ഞാൻ അതിലേക്ക് ഐനുണ്ടോ? വൈനുണ്ടോ? അല്ലാഹുണ്ടോ? അല്ലാഹുണ്ടോ? മലയാളത്തിൽ പല അക്ഷരവും ഇല്ല. ലാമലിഫും ഇല്ല. ലാമലിഫു അത് പറഞ്ഞ ഓർമ്മയല്ല. ഷഹാദത്ത് കലിമയിലെ ഒരക്ഷരല്ലേ മുഹമ്മദ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോ എനിക്കറിയില്ല, അള്ളാഹിന്റെ റസൂലിനെ നിസാരപ്പെടുത്തുന്നതുകൊണ്ടാണോ എന്നറിയില്ല. സുന്നിയല്ലാത്ത ആളുകൾക്ക്, അധികം ആളുകൾക്കും അള്ളാഹിന്റെ റസൂലിന്റെ പേര് പറയാനുള്ള ഭാഗ്യമില്ല. അവര് മുഹമ്മദ് എന്നാ പറയാ. മുഹമ്മദ് എന്തേ കാരണം? അള്ളാഹുന്റെ റസൂലിനെ ബഹുമാനിക്കാത്തതുകൊണ്ട് പേര് പറയാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അക്ഷരം മലയാളത്തിലില്ല. മദ്രസ തീർത്തും മലയാളത്തിൽ ബുക്കാക്കിയിട്ട് ഒറ്റ കുട്ടിക്ക് ഒറ്റ അക്ഷരം പറയാറില്ല. ഇസ്ലാമിന് പൊളിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. ഞാൻ കുറ്റിയാടി പോയിട്ട് ആദ്യം തന്നെ ചെയ്ത് ഓലശെട്ടി ഇട്ടിട്ട് മദ്രസ പഠിക്കാം. കാരണം ആദ്യം അറബി അക്ഷരങ്ങളെങ്കിലും ഒന്ന് പഠിക്കണ്ട ആദ്യം. എന്റെ അല്ലേ ബാക്കി പഠിക്കല്. പിന്നെ ജുമയൊക്കെ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലാമലിഫ് എഴുതിയ പോലെ നടക്കുന്ന ഒരു കള്ളൂടിയാണ്. അവൻ കള്ളു കുടിച്ചിട്ട് നമ്മളെ പൊരേന്റെ അടുത്തേക്ക് വന്ന് ഒരു കള്ളൂടിയാണ്. വന്നിട്ട് ഉടുത്തു നോക്കണ്ട് നന്നായിട്ട് മേലോട്ട് വെച്ചുകൊണ്ട് കയറ്റി. കാരണം ഇത് ഹാലത്ത് മറ്റൊന്നല്ലേ. ഈ കടുത്ത ചീത്തറിഞ്ഞ് നമ്മളെ. അപ്പോ ഒരാൾ ഉസ്താദെ അതിനെന്തായാലും പകരം പറയാൻ പറ്റൂല, ആ പറഞ്ഞ പോലെ തന്നെ പറയണം. നമ്മക്ക് ശരിയാവും ഇത്? നമ്മക്കങ്ങനെ ചീത്ത അറിയാൻ പറ്റുമോ? നമുക്കൊരു മാനദണ്ഡമുണ്ട് ഇസ്ലാം. ആ മാനദണ്ഡം വെച്ചുകൊണ്ടല്ലാതെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും നമുക്ക് പറ്റില്ല. അതാണ് ആദർശം എന്ന് പറഞ്ഞത്. ഇവിടെ ആദർശ വിശദീകരണം. ആദർശം നമുക്കൊരു മാനദണ്ഡം. ആ മാനദണ്ഡം പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു മുസ്ലിമിനെ നിന്ദിച്ചുകൂടാ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മുസ്ലിമിനെ നിന്ദിച്ചുകൂടാ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ, നിങ്ങൾ നോക്ക്, നമ്മളൊരു സംഘടനയുടെ ആൾക്കാരാ. ഞാനൊരു സംഘടനയുടെ ആളാണ്. എല്ലാവർക്കും അറിയാം ഞാൻ ഒരു സംഘടനയുടെ ആളാണ്. അത് SYS എന്ന് പറയുന്ന സംഘടനയാണ്. ഞാൻ കുട്ടിക്കാലത്ത് SSF ആയിരുന്നു. രണ്ട് സംഘടനയും അല്ലാഹു ഏറ്റവും കൂടുതൽ ഖിയാമത്ത് നാൾ വരെ ഉയർച്ചയോടുകൂടി നിലനിർത്തി തരട്ടെ. അതിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും അതിന് ഖിദ്മത്ത് ചെയ്യുന്നവർക്കും സഹകരിക്കുന്നവർക്കും ഉപദേശിക്കുന്നവർക്കും ഒക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇവിടെ കേരളത്തിൽ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തിയ രണ്ട് സംഘടനയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു സംഘടനയുടെ ആളാണ്, എല്ലാവർക്കും അറിയുന്ന സംഘടനയാണ്. പക്ഷേ ഞാനൊരു പള്ളി കയറിയിട്ട് നിസ്കരിക്കുമ്പോ എന്റെ സംഘടനയിൽ പെടാത്തൊരു തങ്ങൾ, അല്ലെ എന്റെ സംഘടനയിൽ പെടാത്തൊരു ആലിം നിസ്കരിക്കുമ്പോ ഞാൻ അയാളെ നിന്ദിച്ചിട്ടേ ഇയാളെ തുടരാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ തുടരാതെ ഇറങ്ങിപ്പോരുവോ? ഞാൻ പോരൂല. കാരണം സംഘടന സങ്കുചിതത്വം പാടില്ല. സംഘടന വേണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഖൈറായി തോന്നിയ സംഘടനയിൽ തന്നെ നമ്മൾ സജീവമായി പ്രവർത്തിക്കണം. സംഘടന സങ്കുചിതത്വം പാടില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു, എത്രയോ സംഗീതന്മാരും അതുപോലെ മുസ്ലിംമാരൊക്കെ മറ്റു ചില സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. അവരെ നിന്ദിക്കാൻ പാടില്ല, അവരെ തുറന്നു നിസ്കരിക്കാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അതേ സമയത്ത് നിയമങ്ങൾ നമ്മൾ പറയണം. നിയമം എങ്ങനെ? ഒരു സ്ത്രീ അവള് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ നമ്മൾ പറയണം സ്ത്രീ ഇമാമത്ത് പറ്റൂല. അത് നിന്ദിക്കലൊന്നുമല്ല. എന്റെ ഉമ്മയാണെങ്കിലും പറയണം, ഉമ്മാനെ നിന്ദിച്ചതൊന്നുമല്ല. എന്റെ ഭാര്യയാണെങ്കിലും പറഞ്ഞു, അവളോട് എനിക്ക് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. അവൾ ഇമാമത്തിന്, പുരുഷന്മാർക്ക് ഇമാമത്ത് വെക്കാൻ പറ്റൂല അറിയാം. ഇനി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ ഇങ്ങ് വന്നാലോ പുരുഷന്മാർക്ക് ഇമാമത്ത് വെക്കാൻ പറ്റൂല. കാരണം സ്ത്രീ എന്നതാണ് വിഷയം. അത് നിയമമാണ്. നിയമം പറയൽ നിന്ദിക്കലല്ല.
നിയമം പറയൽ നിന്ദിക്കലല്ല. ഇതുപോലെ നിങ്ങൾ നോക്കൂ, സുന്നിയല്ലാത്ത ഒരാള് അയാളെ തുടർന്ന് നിസ്കരിക്കരുത് എന്ന് ഫത്വൽ മുന്നിൽ പറഞ്ഞു, ബാഫസ് ഷറൈ ബാഫിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് പറയണം? സുന്നിയല്ലാത്ത ഒരാളെ തുറന്ന് നിസ്കരിക്കരുത് നിയമമാണ്. നിയമം നമ്മൾ എന്ത് ചെയ്യാൻ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നിയമം അത് പറ്റൂല. സുന്നിയത്തെ തുറന്ന് നിസ്കരിക്കരുത്. ഇനി വേറെ നിയമം ഫത്വൽ മുന്നിൽ പറഞ്ഞു, സുന്നിയല്ലാത്തവന് സലാം പറയണ്ടെന്ന്. ഫത്വൽ മുന്നിൽ പറഞ്ഞൊരു നിയമമാണ്. ആ നിയമം നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റൂല. അതിനിപ്പോ എല്ലാവരും കൂടി പറഞ്ഞ നിയമം ഭേദഗതി ചെയ്യണം. നമുക്ക് ഫത്വൽ മുന്നിൽ മാറ്റി ചെയ്താൻ കഴിയുമോ? നമുക്ക് മാറ്റി എഴുതാൻ കഴിയൂല. അത് കിതാബിലുള്ള സംഗതിയാണ്, ഇമാമിങ്ങൾ എഴുതിയതാണ്. ഈ ഇമാമിങ്ങൾ എഴുതിയത് 100% അംഗീകരിക്കുന്നതിനാണ് സുന്നത്ത് ജമാഅത്തും പറയാം. അത് നമുക്ക് മാറ്റാൻ കഴിയൂല. അങ്ങനെ മാറ്റിയാലോ? മാറ്റിയാൽ പ്രബോധനം നമ്മളെ ബഹുമാനിച്ചു. പക്ഷെ നമുക്ക് എന്താ ആവശ്യമില്ല? നമുക്ക് അള്ളാന്റെ അംഗീകാരം അല്ലാതെ പ്രബോധനത്തിന്റെ അംഗീകാരം ആവശ്യമില്ലല്ലോ. അത് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്തോട്ടെ. നമുക്ക് അള്ളാന്റെ അംഗീകാരം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഞാൻ പറയട്ടെ, സുന്നിയല്ലാത്തവൻ മരിച്ചാൽ ആ മരിച്ച മയ്യത്തിന് വേണ്ടി മറഞ്ഞ മയ്യത്ത് നിസ്കരിച്ച് ആദരിക്കുന്ന പരിപാടി ഹറാമാണെന്ന് പറയേണ്ടി വരുമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർവകാല മുഫ്തിയും വൈസ് പ്രസിഡന്റുമായിരുന്ന കുഞ്ഞാഹി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു കൊടുത്ത ഫത്വ, അവിടുത്തെ കയ്യക്ഷരത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഫത്വ ഈ പാവപ്പെട്ട എന്റെ കൈവശത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് നമ്മളെ മുൻഗാമികളായ സമസ്തയുടെ ആലിമീങ്ങൾ കൊടുത്ത ഫത്വ. ആ ഫത്വ വലിച്ചെറിയാൻ യഥാർത്ഥ സമസ്ത കയ്യിലുള്ളവർക്ക് സാധ്യമല്ല. ഓ സഹോദരന്മാരെ, ആദർശമാണ്. ആദർശം കൈയൊഴിക്കാൻ സാധ്യമല്ല, നിയമമാണ്. അത് നിന്ദിക്കലല്ല. ഇനി ഞാൻ പറയട്ടെ, അതേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അലി ഉസ്ബറാബുൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ, സുന്നിയല്ലാത്തവൻ മഴ തേടുന്ന നിസ്കാരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടാൽ അവന് മഴ തേടുന്ന നിസ്കാരം നടത്തി കൊടുക്കാമോ? അവിടെ പോലും മാറ്റി നിർത്തണം എന്ന് പറഞ്ഞു. ഇത് ഒരു പണ്ഡിതനല്ല കേട്ടോ, ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞു, വത്തിഫാഖി സലഫിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിലുള്ള സലഫ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതാരാ സലഫ് എന്ന് പറയുന്നത്? അത് സഹാബത്താണ്, താബിഈങ്ങളാണ്, തബഉ താബിഈങ്ങളാണ്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളാണ്, അവരെ കാലഘട്ടത്തിലുള്ള മുജ്തഹിദുകളാണ്. അങ്ങനെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച സഹാബത്ത് മുതലുള്ള സർവ്വ ഇമാമിങ്ങളും ഒരു ഇമാമിനും തർക്കമില്ല. എന്താ തർക്കമില്ലാത്തത്? അവരുമങ്ങി മാറി നിൽക്കേണ്ടതാണ്. അവരുമായി മതരംഗത്ത് മാറി നിൽക്കേണ്ടതാണ്. ഇതിൽ ലോകത്തൊരു സഹാബിക്ക് തർക്കമില്ല, ഒരു ഇമാമിന് തർക്കമില്ലെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്. ഇമാം ഗസ്സാലി തങ്ങൾ രേഖപ്പെടുത്തിയത് എന്റെ സ്വന്തം അഭിപ്രായമെന്നല്ല. ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ലെന്നാണ്. അങ്ങനെ ഇമാമിങ്ങൾക്ക് തർക്കമില്ലാത്ത ഈ ആശയത്തിൽ വെള്ളം ചേർത്തുകൊണ്ടൊരു സുന്നത്ത് ജമാഅത്തില്ല. അത് ആദർശമാണ്. അതേ സമയത്തോ മുഅ്മിനീങ്ങളെ ഒരു മനുഷ്യരെയും നിസ്സാരപ്പെടുത്തുന്നില്ല, ചീത്ത പറയുന്നില്ല, തെറി പറയുന്നില്ല, പരിഹസിക്കുന്നില്ല. ഇനിയൊന്ന് നിങ്ങൾ നോക്കൂ. അപ്പൊ നമ്മള് സുന്നിയായ മനുഷ്യനെ തുറന്നു നിസ്കരിക്കൂലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഞാന് ഇന്നൊരു നിക്കാഹിന് പങ്കെടുത്തു. ഇരുട്ടിക്കപ്പുറത്താ, ഇരുട്ടിന്ന് കുറെ അപ്പുറത്ത് നിക്കാഹിന് പങ്കെടുത്തു. ആ നിക്കാഹിന് ചെയ്ത വരൻ എന്റെ ശിഷ്യനാണ്, സഖാഫിയാണ്. ഞാൻ ആ കുട്ടിനോട് നിക്കാഹിന് ക്ഷണിക്കുമ്പോൾ ചോദിച്ചിട്ടില്ല ഏത് നിന്റെ അമ്മോശൻ ഏത് സംഘടനക്കാരനാണെന്ന് ചോദിച്ചിട്ടില്ല. ഇതുപോലെ നമ്മളൊക്കെ ആളുകൾക്ക് നിക്കാഹ് ഇവിടെ ഒക്കെ ഉള്ള കാളിമാര് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ കാളിമാര് നിക്കാഹ് കൊടുക്കുമ്പോ പുതിയാപ്പിള ഏത് സംഘടനക്കാരനാണെന്ന് ചോദിക്കാറില്ല. ഇത് നമ്മളൊരു മാന്യതയാണ്. ഒരാളെ പുതിയാപ്പിളയാണോ അയാൾക്ക് ബഹുമാനുണ്ടെന്ന് വിശ്വാസം വന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ പറയട്ടെ, അങ്ങനത്തെ ചില പുതിയാപ്പിളാരുണ്ടാവും. അവരേതാണെന്നും കൂടി നോക്കി വെച്ചാൽ വളരെ ഭംഗിയാണ്. അപ്പുതിയാപ്പിളക്കൊരു പുതിയാപ്പിളുണ്ടാവും.
ആ പുതിയാപ്പിള ഏതാണ് സംഘടന നോക്കിയാൽ അത് അതിനേക്കാണ് ഭംഗിയായി. എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനത്തെ ഭിന്നിപ്പുണ്ടാക്കുന്നത്? മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ എന്തിനാണ് ഇങ്ങനത്തെ രൂക്ഷമായ ഭിന്നിപ്പുണ്ടാക്കുന്നത്? നമ്മളോട് അല്ലാഹു തആല പറഞ്ഞു ഇങ്ങനെ ഭിന്നിപ്പുണ്ടാകാനാ? ഞാനിപ്പോഴതേ കടക്കുന്നില്ല. ഭിന്നിപ്പുണ്ടായേ പറ്റൂ എന്നുള്ള നിർബന്ധം, ആ നിർബന്ധം മുസ്ലിങ്ങൾക്ക് അനുയോജ്യമല്ല. മറിച്ച് വസ്സുൽഹു ഖൈർ, സുൽഹ് ഖൈറാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഭിന്നിപ്പിക്കുന്നത് ഖൈറാണെന്ന് ഖുർആനിലുണ്ടോ? ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹി ഫസൗഫ നൂതീഹി അജ്റൻ അളീമാ. മസ്ലഹത്തിന് വേണ്ടി, സന്ധിക്ക് വേണ്ടി, യോജിപ്പിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് ഖൈറാണെന്നും അങ്ങനെ സംസാരിക്കുന്നവർക്ക് അല്ലാഹ് പ്രതിഫലം കൊടുക്കുമെന്നും ഖുർആൻ. സർവ്വമഹല്ലത്തുകളിലും ഭിന്നിപ്പുണ്ടാക്കുന്നവർക്ക് എന്ത് കൊടുക്കുമെന്നാണ് ഖുർആൻ വാഗ്ദത്തം ചെയ്തത്? മുസ്ലിമീങ്ങളെ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കണം. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനാണോ ശ്രമിക്കേണ്ടത്, അല്ല ഐക്യപ്പെടുത്താനാണോ ശ്രമിക്കേണ്ടത്? ഓ മുസ്ലിമീങ്ങളെ, ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് തന്നെ അതാ പലരും അതാ അകന്നകന്നു പോകുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഒന്നുകൂടി പറയട്ടെ. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ മനസ്സിന്റെ ഉറപ്പ്, മനുഷ്യന്റെ മനസ്സിന്റെ ഉറപ്പ്. ഇന്ന് രാവിലെ ഉണ്ട് എനിക്കൊരാൾ വിളിക്കുന്നു, ചെമ്മാട്ടെന്നാ വിളിച്ചത്. ഒരു പാവം മനുഷ്യൻ വിളിച്ചിട്ട് എന്നോട്, ഉസ്താദെ ഇന്നലെ വലിയ ബേജാറിലായിരുന്നു, നിങ്ങളും പൊന്മള ഉസ്താദ് രണ്ടാളും വേറൊരു സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഇവിടെ ഒക്കെ പ്രചരിപ്പിച്ചു. എന്നിട്ടോ ദേശി, എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പോയോ? അത് കേട്ടിട്ട് നിങ്ങൾ പോയോ? നിങ്ങൾ അത്ര പോയത്തക്കാരനായോ എന്ന് ചോദിച്ചു. ഞാൻ പോയിട്ടില്ല ഉസ്താദ്, ഞാൻ പലരോടും പറഞ്ഞു, അതൊക്കെ വെറുതെ കളവ് പറയുന്നതായിരിക്കും. ഇനി ഞാൻ പലരോടും പറഞ്ഞു നിർത്തി ഈ സാധു മനുഷ്യൻ രാവിലെ വിളിക്കുന്നു. എന്താണ്? സുബ്ഹാനല്ലാഹ്. അൽ മുഅ്മിനു ലാ യക്ദിബു, ഈമാനുള്ളവൻ കളവ് പറയൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്. യാതൊരു ലവലുമില്ലാത്ത നിലക്ക് അത് പതിച്ചു പോയാൽ പറ്റുമോ? കുറച്ചൊക്കെ മാന്യതയും കുറച്ചൊക്കെ അതേ സത്യസന്ധതയും ഒക്കെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് ഒരു സാധാരണക്കാരന്റെ ചുറ്റുപാടെങ്കിലും പണ്ഡിതന്മാർക്ക് വേണ്ടേ? ഞാൻ വേദനയോടെ ചിലത് ചിന്തിച്ചു പോയി. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് മഹാനായ അതേ അബ്ദുൽ മലിക്കുൽ ഖസ്റൂനി തങ്ങൾ പറഞ്ഞൊരു വാക്ക്, മോനെ അഹ്മദേ, മാ അഖ്ബഹൽ ജഹ്ല ബിൽ അലിബായി വൽ അത്ബായി വൽ ജഫാഅ ബിൽ അഹിബ്ബാ. മോനെ, ബുദ്ധിയുള്ളവര് വിവരക്കേട് ചെയ്താൽ വളരെ മോശമല്ല മോനെ. ബുദ്ധിയുള്ളവര് വിവരക്കേട് ചെയ്യാമോ? ഏത് പാർട്ടിക്കാരനായാലും ഏത് മതക്കാരനായാലും ബുദ്ധിയുള്ളവര് വിവരക്കേട് ചെയ്യാമോ? മഹാ അഖ്ബഹൽ ജഹ്ല ബിൽ അലിബായി, ബുദ്ധിയുള്ളവര് വിവരക്കേട് ചെയ്താൽ വളരെ മോശമല്ലേ അഹ്മദേ? ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. സുബ്ഹാനല്ലാഹ്. എന്റെ കയ്യിലുള്ള ഒരു പെണ്ണ് പാർക്കർ പെണ്ണ്, ഇത് പാർക്കർ പെണ്ണ് തന്നെയാണോ എന്നുള്ളതിന് ഇതേ കളറുള്ള വേറൊരു പെണ്ണുങ്ങളെ കൈ പിടിച്ചിട്ട് നിങ്ങൾ പരിശോധിക്കാൻ കൊണ്ടുപോവാ. എന്നാ ഇത് പാർക്കർ പെണ്ണാണോ അല്ലേ എന്ന് മനസ്സിലാവൂ. ബുദ്ധിയുള്ളവർ ഉയർക്കേട് ചെയ്യാൻ പാടുണ്ടോ? ഒരു ചെറിയ ചരിത്രം പറയലുണ്ട്. കുട്ടികൾ, ഒരാള് സുഖമില്ലാണ്ടായിട്ട് ആസ്പത്രിയിൽ പോയി. ആസ്പത്രിയിൽ ചെന്ന് ഡോക്ടർ കണ്ടപ്പോ ക്ഷീണമുണ്ട് വല്ലാത്ത. അപ്പൊ ഈ ഡോക്ടർ ചോദിച്ചു, ബാപ്പാക്ക് ഷുഗർ ഉണ്ടായിരുന്നോ? ഇയാൾ ബാപ്പാക്ക് കുറച്ച് ഷുഗർ ഉണ്ടായിരുന്നു. എന്നാ ഉടനെ പരിശോധിക്കണം തന്നെ, രക്തം പരിശോധിക്കണം, ഷുഗർ ഉണ്ട് എന്ന്. ഓ, എന്നാ കുറച്ച് നിങ്ങൾക്കുണ്ട് ഷുഗർ, കുറച്ചൊക്കെ ശ്രദ്ധിക്കണം, ഭക്ഷണം ശ്രദ്ധിക്കണം ഒക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇയാൾ മരുന്ന് പോയി ഗുളിയും പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഇയാൾക്ക് വയറ്റിൽ വല്ലാത്ത വേദന. പിന്നെയും ഡോക്ടർ കണ്ടു.
ഡോക്ടർ ഉടനെ തന്നെ മൂത്രം പരിശോധിക്കണം, മൂത്രത്തിൽ പഴുപ്പുണ്ടോ, മൂത്രം പരിശോധിക്കണം. ഇയാള് രക്തം കൊടുക്കുമ്പോൾ എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റൂല. ഇത് മൂത്രം എടുക്കണമെങ്കിൽ ഒരു പ്രൈവറ്റ് സൗകര്യം വേണ്ടേ? ഞാൻ വീട്ടിൽ പോയിട്ട് മൂത്രം എടുത്ത് വരാം, മൂത്രം എടുത്തിട്ട് കുട്ടികളുടെ അടുത്ത് കൊടുത്തേക്ക് എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. ഇയാള് വീട്ടിൽ പോയി ബാത്റൂമിൽ നിന്ന് മൂത്രം വെച്ചൊരു കുപ്പിയിലാക്കി ഭാര്യന്റെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ച്, ഇത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. അതിന് മകൻ സ്കൂൾ വിട്ടു വന്ന ഉടനെ തന്നെ കൊടുത്ത. ഇവളിങ്ങനെ വെച്ച സ്ഥലത്ത് നിന്ന് സുബഹാനല്ലാഹ് ഒരു പൂച്ചായിലെന്നെ ഓടുമ്പോ ഇതങ്ങ് തട്ടി മറിഞ്ഞു വെച്ചു. ഇതങ്ങനെ തന്നെ പൊട്ടിപ്പോയി, കുപ്പിയും പൊട്ടിപ്പോയി, മൂത്രവും നഷ്ടപ്പെട്ടു. ഈ ഭർത്താവാണെങ്കിലോ സുബ്ഹാനല്ലാഹ് ലോക കൊലപന. ചില ഭർത്താക്കന്മാരില്ല അങ്ങനെ പെണ്ണുങ്ങളോടുള്ള എല്ലാ കളവും കാണിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ടല്ലോ. എന്തെല്ലാം ഉണ്ട് സുബ്ഹാനല്ലാഹ്, പറയാൻ നേരമില്ല. ഞാൻ ഒരാഴ്ച മുമ്പ് പാറക്കട ഒന്ന് പ്രസവിക്കുമ്പോ എനിക്കൊരു എഴുത്ത് കണ്ടപ്പോ ഞാൻ വല്ലാ സങ്കടമായി പോയത്. എന്താ എഴുത്തിലുള്ളതറിയോ? ഭർത്താവിന്റെ ഉമ്മ ദോശ ചുടുന്ന കല്ലെടുത്തിട്ട് മകന്റെ ഭാര്യനെ എറിഞ്ഞിട്ട് ഭാര്യയും മരിച്ചുപോയി, ഗർഭത്തിലുള്ള ശിശുവും മരിച്ചുപോയി. ആ പെണ്ണിന് വേർക്കണമെന്നാ. വെറുതെ അല്ല, മാനവികത ഉണർത്താൻ വേണ്ടി ഇവിടെ കേരള യാത്ര നടത്തുന്നത്. ഇങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇവൻ വലിയ കൊലവനാ. ഇവളിങ്ങനെ ആലോചിച്ച്, പഠിച്ചവനെ മൂത്രം തട്ടി മറിഞ്ഞു വിവരം പറഞ്ഞ ഞാനിവിടെ താമസിക്കലുണ്ടാവില്ലല്ലോ, ഇനിയെന്താ വഴി? വേഗം വേറൊരു കുപ്പി എടുത്ത് ഇവളെ തന്നെ ഇങ്ങ് മൂത്രയിച്ചു, കുപ്പിയിലാക്കി. വൈകുന്നേരം സ്കൂൾ വിട്ട് കുട്ടികൾ വന്നപ്പോ മൂത്രം കൊടുത്തയച്ച് ലാബിൽ നിന്നും പരിശോധിച്ചു കൊണ്ടുവന്ന് ഉപ്പാന്റെ അടുത്ത് കവറിലാക്കിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് കൊടുത്ത്. ഈ കവർ ഇയാൾ ഇതിങ്ങനെ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ കൊടുത്ത്. ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് അത്ഭുതം. എന്താ ഡോക്ടറോട് ഇയാൾ ആ ബേജാറ, എന്താന്ന്? ഒന്നുമില്ല, 3 മാസം ഗർഭാണ്. സുബ്ഹാന ജല്ല ജലാലു. ഈ മാതിരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇയാളെ മൂത്രം പരിശോധിക്കുന്നതിന് പകരം അവളെ മൂത്രം പരിശോധിച്ചാൽ ശരിയാവും. ഇതുപോലെ നമ്മളെ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ വേറൊരുത്തന്റെ കയ്യിലുള്ള സാധനം പരിശോധിക്കുന്നതിനേക്കാൾ പിന്നെ എന്താ അതിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടത്? ബുദ്ധിയുള്ളവര് വിവരക്കേട് ചെയ്യാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. ബുദ്ധിയുള്ളവർ വിവരക്കേട് ചെയ്യാൻ പാടില്ല, ബുദ്ധിയുള്ളവർ വിവരക്കേട് പറയാനും പാടില്ല. അതുകൊണ്ടാണ് ഒരു അബ്ദുള്ള മൗലവി ഉണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുനാഫിക്കുകളുടെ നേതാവ്. അതേ പേരിൽ ഒരു മനുഷ്യനുണ്ടല്ലോ ഇപ്പോ, ലേഖനം എഴുതുന്ന ഒരു മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്. അയാളെ പറ്റി ഒരു ലേഖകൻ പറഞ്ഞ് 0 ആണ്, ബുദ്ധിന്റെ കാര്യത്തിൽ 0 ആണ്. കാരണം എന്താണ്? അദ്ദേഹം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ വരുന്ന പുണ്യവസ്തുക്കളെ അദ്ദേഹം ബോഡി വേസ്റ്റ് എന്ന് വിളിച്ചാൽ, ബോഡി വേസ്റ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരല്പം ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റി വെക്കുക, മനുഷ്യന്മാരെ മുഴുവനും മാറ്റിയൊക്കെ ഇയാൾ വെച്ചിട്ട് എല്ലാരെയും മാറ്റി. നമ്മൾ മൃഗങ്ങൾ എടുക്കുക, മനുഷ്യന്മാരെ തന്നെ മാറ്റി വെച്ചു. മനുഷ്യന് വലിയ ബഹുമാനം ഉണ്ട്, ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നു. മൃഗങ്ങൾ എടുക്കുക, മൃഗത്തിന്റെ ശരീരത്തിന് വരുന്ന സാധനമൊക്കെ വേസ്റ്റ് ആണോ? ഒന്ന്, പശുവിൻ പാല്. പശുവിന്റെ പാല് എത്ര വില കൊടുത്തിട്ടാ രാവിലെ തന്നെ പൈസ കൊടുത്ത് വാങ്ങും? അതിൽ നിന്ന് എന്തൊക്കെയാ കിട്ടുന്നത്? അതല്ലേ ഇമാമിങ്ങൾ വിവരിച്ചത്? അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് വിവരിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. നിലത്ത് നോക്കുമ്പോൾ ഒരൊറ്റ പുല്ലുമില്ല. ഒരേ മഴയിങ്ങ് പെയ്തപ്പോഴതാ പുല്ല് വളരുന്നു. ആ പുല്ലുകൾ വളർന്നു കഴിഞ്ഞപ്പോൾ പശു തിന്നുന്നു. പശു അത് തിന്നപ്പോൾ രക്തമായി മാറുന്നു. ആ രക്തമതാ പിന്നീട് പാലായി മാറുന്നു. ആ പാലതാ കറന്നുകൊണ്ടുവന്നതിന് ശേഷം മോരായും തൈരായും വെണ്ണയായും മാറുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, റബ്ബിന്റെ അപാരമായ കഴിവുകൊണ്ട് അവന്റെ നിയന്ത്രണങ്ങളല്ലേ? ഇരിക്കട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഈ പാല് ശരീരത്തിൽ നിന്ന് ഒരു ജന്തുവിന്റെ, ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന വസ്തുവല്ലേ? ഇത് ബോഡി വേസ്റ്റ് ആണെന്ന് പറയാനൊക്കുമോ? ആട്ടിന്റെ പാല് ഔഷധമല്ലേ? പശുവിൻ പാൽ ഔഷധമല്ലേ? എന്നാൽ എല്ലാ പാലും ഒരുപോലെയാണോ? എല്ലാ മൃഗവും ഒരുപോലെയാണോ? നായന്റെ പാല് ഏത് മിൽമയുടെ ഡയറിയിലാ കിട്ടുക? നായയുടെ പാല് കൊണ്ടേത് വെണ്ണയാ എടുക്കുക? ഓ സഹോദരാ,
നായയും പന്നിയും അതേ പശുവും ഒരുപോലെയല്ല. നായയുടെ പാലും നായയുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് തന്നെ, പശുവിന്റെ പാലും പശുവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് തന്നെ. പക്ഷേ രണ്ട് മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമാണ്. ഒന്നിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് ഔഷധമാണ്, അതേ അത് ഭക്ഷണമാണ്, അത് വലിയ പോഷകമാണ്. മറ്റൊന്നിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നത് അങ്ങനെയല്ല. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, പറഞ്ഞാലുണ്ടോ തീരുന്നൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ബോഡി വേസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? നാം ഏറ്റവും നിസ്സാരമായി കാണുന്നൊരു ജീവിയല്ലേ ഈച്ച. മുഖത്തിന്റെ സമീപത്ത് വരുമ്പോ കൈകൊണ്ട് തട്ടുകയല്ലേ ഈച്ചയെ. ആ ഈച്ച എല്ലാ ഈച്ചയും ഒരുപോലെയാണോ? നിങ്ങളെല്ലാവരും തേൻ കുടിക്കാറില്ലേ? ഞാൻ ഇന്ന് വൈകുന്നേരവും തേൻ ഒഴിച്ച് മരുന്ന് കഴിച്ചിട്ടുണ്ട്. കുമാരൻ ഡോക്ടർ എഴുതി തന്നതാണ്. അത് കുമാരൻ ഡോക്ടർ, അയാൾ ഖുർആൻ ഹാഫിളൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിനറിയാം തേന് മരുന്നാണ്. ഏത് കുട്ടിക്കും അറിയാം തേന് മധുരമാണ്. അതെവിടുന്ന് പുറപ്പെടുന്നതാണ്? അതേ, അതൊരു പാനീയമാണ്. ശറാബുൻ പാനീയമാണ്. സുബ്ഹാനല്ലാഹ്. ചാലിയത്തൊന്ന് പാട്ടുപാടി ഒരു ചങ്ങാതി ഉണ്ട്, നാദാപുരത്ത് സാധാരണ പാടല്. ആ പാട്ടുകാരൻ നാദാപുരത്തൊന്ന് അർത്ഥം വെച്ചത് ശറാബ് തന്നെ കള്ളുന്നാ. അപ്പൊ എന്താവും? തേനീച്ചേന്റെ വയറ്റിന്ന് കള്ള് പുറത്തു വരുന്നുണ്ടാവും. ശറാബുൻ പാനീയം പുറത്തു വരുന്നു, പാനീയം പുറത്തു വരുന്നു. മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്ത കളറുള്ള പാനീയമാണ്. ആ പാനീയം, അതിന്റെ പേരാ തേന്. സുഹൃത്തേ, നീ ഒന്ന് ചിന്തിക്കൂ, എവിടുന്നാ പുറത്തു വന്നത്? തേനീച്ചയുടെ തൊള്ളയിലൂടെ വയറ്റുന്ന് പുറത്തു വന്നതാണ്. നമ്മളെ മൗലവിന്റെ ഭാഷയില് തേനീച്ചയുടെ ബോഡി വേസ്റ്റ്, തേനീച്ചയുടെ ബോഡി വേസ്റ്റ്. പക്ഷേ അത് മൗലവി നക്കും. എന്താ ഈ ബോഡി വേസ്റ്റ് നക്കുന്നത്? മാലിന്യമല്ലേ അത്? ബോഡി വേസ്റ്റ് മാലിന്യമല്ലേ? പിന്നെന്താ നക്കുന്നത്? അതുസ്താദേ, പറ. അതുസ്താദേ, അത് സാധാരണ ഈച്ചയല്ല, അത് തേനീച്ചയാണ്. എന്താ മോനെ തേനീച്ചയുടെ ബഹുമാനം? അത് നിനക്ക് തിരിയൂല, നിന്നെ പിന്തുണക്കുന്നവർക്കും തിരിയൂല. അത് തിരിയണമെങ്കിൽ ഈമാനുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണം. അവര് പറയും, യഥയാ ഈച്ച സാധാരണ ഈച്ചയല്ല. തേനീച്ചയിലേക്ക് റബ്ബ് വഹി അറിയിച്ചു. വഹി കിട്ടുന്ന ഈച്ചയാണ്, വഹി കിട്ടിയ ഈച്ചയാണ്. വഹി കിട്ടിയ ഈച്ചയായപ്പോൾ ആ ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് വരുന്ന വസ്തു സാധാരണ ഈച്ചയുടെ തൊള്ളയിൽ നിന്ന് വരുന്നത് പോലെ അല്ല, മധുരമാണ്, ഔഷധമാണ്. ഏത് ജീവിയുടെ ബോഡിയിൽ നിന്നും വരുന്ന വസ്തു ഒരുപോലെയല്ല. നിഷേധിക്കാൻ കഴിയോ? ബുദ്ധിയുള്ളവൻ വിവരക്കേട് പറയാമോ? ബുദ്ധിയുള്ളവൻ വിവരക്കേട് ചെയ്യാമോ? ഓ സഹോദരന്മാരെ, ഇനിയും നിങ്ങൾ ചിന്തിക്കൂ. സുബ്ഹാനല്ലാഹ്. വലഖദ് കറംനാ ബനീ ആദം. ഖുർആൻ ബഹുമാനല്ലേ, ആദരവല്ലേ പഠിപ്പിക്കുന്നത്? നിസ്സാരപ്പെടുത്തൽ പഠിപ്പിക്കൂലല്ലോ. ഇസ്ലാമല്ലേ? മനുഷ്യ സമുദായത്തെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യ സമുദായത്തെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമൊന്നുമില്ല. ഇസ്ലാമിൽ വർഗീയതയൊന്നുമില്ല. മുസ്ലിമിന്റെ ഡെഡ് ബോഡിയും നജസല്ല, അമുസ്ലിമിന്റെ ഡെഡ് ബോഡിയും നജസല്ല. അതെ, ഇനി നമ്മൾ പറയാ ഫതുൽ മുഈനാണ്, ആയത്ത് ഫതുൽ മുഈനിൽ പറഞ്ഞതാ. വലഖദ് കറംനാ ബനീ ആദം. മനുഷ്യ ശരീരം നജസല്ല, മാലിന്യമല്ല. എന്നാ നിങ്ങളൊന്ന് ആലോചിക്കൂ, മനുഷ്യ ശരീരം എന്ന് പറയുന്ന സാധനം എന്താ? മനുഷ്യ ശരീരം എന്ന് പറയുന്ന സാധനം എന്താ? അത് ബാപ്പാന്റെ ഉമ്മാന്റെ അച്ഛന്റെ ബോഡി വന്ന് പുറത്തു വന്നതല്ലേ? പോരാ, അത് ബോഡിന്ന് പുറത്തു പോയാ കുളിക്കണോന്നാ. ഇനിയും ചോദിക്കട്ടെ, ബോഡി വേസ്റ്റ് അല്ലാതെ എന്താ ഇപ്പൊ ഉള്ളത്? അല്ലേ? ബോഡി വേസ്റ്റ് അല്ലാതെ എന്താ ഇവിടെ ഉള്ളത്? ചക്ക, അത് പ്ലാവിന്റെ ബോഡി വേസ്റ്റ്. മാങ്ങ, മാവിന്റെ ബോഡി വേസ്റ്റ്. തേങ്ങ, തെങ്ങിന്റെ ബോഡി വേസ്റ്റ്. ഒക്കെ ബോഡി വേസ്റ്റ് അല്ലേ?
ഇനി ചോദിക്കട്ടെ, നായയുടെ രോമവും ചെമ്മരിയാട്ടിന്റെ രോമവും ഒരുപോലെയാ? ചെമ്മരിയാട്ടിന്റെ രോമത്തെ എത്രയാ വില നിശ്ചാന്ന് പറയാൻ പറ്റുമോ? എത്രയാണ് വില? ഒരു കമ്പിളിക്ക് എത്രയാ വില? അപ്പോ എല്ലാ രോമത്തിനും ഒരേ വിലയാ? ഞാനിപ്പോ മനുഷ്യരിലേക്ക് കടക്കാതെ മൃഗങ്ങളിലേക്ക് കടന്നുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഈച്ചയിലേക്ക് കടന്നിട്ടാ സംസാരിച്ചത്. ഒരു ശരീരത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന സാധനങ്ങൾ, ഒരു ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന സാധനങ്ങൾ എല്ലാം തുല്യമാണോ? എല്ലാ ജീവികളും ഒരുപോലെയാണോ? എല്ലാ ജീവികളുടെ ശരീരത്തിനും വരുന്ന വസ്തു ഒരുപോലെയാണോ? ഒരു ജീവിയുടെ തന്നെ ഒരേ അവയവത്തിൽ നിന്ന് വരുന്ന വസ്തുക്കൾ ഒരുപോലെയാണോ? ഇത് ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധി എന്ന് പറഞ്ഞ വെറുതെ കിട്ടിയല്ലോ, ചിന്തിക്കാനല്ലേ. ഓ സഹോദരന്മാരെ, ഇനി നിങ്ങളൊന്ന് നോക്കൂ. അമ്പിയാക്കളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, ഔലിയാക്കളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, ഹബീബായ നബിതങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പോൾ ഒരു ലോക്കൽ മനുഷ്യനെയാണ് എടുക്കുന്നത്, ഒരു സാധാരണക്കാരനായ മുഅ്മിൻ. ആ മുഅ്മിനിന്റെ ബഹുമാനം എത്രയാണ്? ആ മുഅ്മിനായ മനുഷ്യനെ ഒരു ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ഖബറിന്റെ മേലെ അവിടെ മൂത്രിക്കുന്നത് ഹറാം, കാട്ടിക്കുന്നത് ഹറാം, ഇരിക്കുന്നത് പോലും തെറ്റല്ലയോ? ഖബറിന്റെ മേലെ ആവശ്യമില്ലാതെ ഇരുന്നുകൂടാ. കാരണം ഈ മനുഷ്യന്റെ ബോഡിക്കുള്ള ബഹുമാനമാണ്. ഇനി ഞാൻ പറയട്ടെ, ചിലർക്ക് രോമത്തിന്റെ ബഹുമാനം അറിയില്ല, മുടിയുടെ ബഹുമാനം അറിയില്ല. കാരണം കിതാബോധിയതൊക്കെ സുബ്ഹാനല്ലാഹ് ചീത്തയും ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും എത്ര പറയണമെന്ന ചിന്തയിൽ മറന്നുപോയി. അല്ലാഹു അവർക്ക് ഓർമ്മശക്തി നൽകുമാറാകട്ടെ. എന്താ മസ്അല? ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അയാളെ മയ്യിത്ത് എവിടെയും കാണുന്നില്ല. എന്ത് കിട്ടി? അയാളെ കുറച്ച് മുടി കിട്ടി. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അയാളെ മയ്യിത്ത് ഒരു സ്ഥലത്തും കിട്ടിയില്ല, കടലിലോ മറ്റോ ആയിപ്പോയി. അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ളതാണെന്ന് ഉറപ്പുള്ള കുറച്ച് മുടി കിട്ടി. എന്നാ എന്താ നിയമോ? ആ മുടി നന്നായി കഴുകണം, അത് ശരിക്ക് കഫൻ ചെയ്യണം, അത് മുന്നിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കണം, ആ മുടി മുന്നിൽ വെച്ച് നിസ്കരിക്കണം. എന്നിട്ടത് മയ്യിത്ത് മറമാടുന്നത് പോലെ മറമാടണം. ഇത് നിങ്ങൾ ഓർക്കണം, ഒരു ലോക്കൽ സത്യവിശ്വാസിയുടെ മുടിയുടെ ബഹുമാനമാ പറഞ്ഞത്. ഇനി പറയട്ടെ, ഒരു സാധാരണക്കാരന്റെ മുടിയുടെ ബഹുമാനം, മുടിയങ്ങ് പുറത്തു വന്നാൽ മാലിന്യമാണ് എന്ന് പറയാൻ ആർക്കാണ് ഇസ്ലാം അനുവാദം കൊടുക്കുക? ഇത് സാധാരണക്കാരന്റെ മുടിയെക്കുറിച്ചാ പറയുന്നത്, ഒരു സാധാരണ മുസ്ലിമിന്റെ മുടിയുടെ ബഹുമാനമാ പറയുന്നത്. ഇനി ഒന്നുകൂടി ചിന്തിച്ചോ. മയ്യിത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മയ്യിത്തിന്റെ 1, 2, 3, 10 മുടിയങ്ങ് കൊഴിഞ്ഞു പോയാൽ അതിന്റെ നിയമം എന്താണ്? അത് നിർബന്ധമായും മറവ് ചെയ്തോളണം. മയ്യിത്ത് മറവ് ചെയ്യും പോലെ മറവ് ചെയ്തോളണം. പോരാ, ആ മയ്യിത്തിന്റെ കഫന്റെ കൂടെ തന്നെ വെച്ച് മറവ് ചെയ്താൽ അതാണ് കൂടുതൽ പുണ്യം. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് ചോദിക്കണേ. നിങ്ങൾ പോയിക്കോളൂ, ചേളാരിയിലോ അല്ലെങ്കിൽ ഫ്രാൻസിസ് റോഡിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിക്കോളൂ. നിങ്ങൾ കിതാബോധിയ മുസ്ലിയാമാരുണ്ടെങ്കിൽ അവരോട് ചോദിക്ക്, അള്ളാന്റെ റസൂലിന്റെ മുടിയെ നമുക്ക് കരിക്കാമോ കരിച്ചുകൂടെ, കത്തിക്കാമോ കത്തിച്ചുകൂടെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ മുസ്ലിയാമാരെ. നിങ്ങളെ ബാപ്പ മരിച്ചാൽ, അല്ലെ നിങ്ങൾ മരിച്ചാൽ, അല്ലെ നിങ്ങളെ മക്കള് മരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ, അല്ലെ എന്റെ ബാപ്പ മരിച്ചാൽ, അല്ലെ എന്റെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ, ആ മരിച്ച മയ്യത്തിന്റെ മുടി അതാ മയ്യത്ത് കുളിപ്പിക്കുമ്പോ കൊഴിഞ്ഞു പോയാൽ അത് ചുട്ട് കരിക്കാൻ പറ്റുമോ? കത്തിക്കാൻ പറ്റുമോ? അതിന്റെ നിയമമൊന്ന് ചോദിക്കണേ മുസ്ലിമീങ്ങളെ.
ഞാൻ ഈ സമുദായത്തെ ഏൽപ്പിക്കുന്നു. പണ്ഡിതന്മാരെ സമ്മേളനം എന്ന് പറഞ്ഞ് സമ്മേളനം ചേർന്നിട്ട് എത്രയോ വന്ന ജനങ്ങളെ മുഴുവനും ഗീബത്തും നമീമത്തും കേൾപ്പിച്ച് പറഞ്ഞേച്ച ആൾക്കാരോട് ഈ സമുദായം ഒന്ന് ചോദിക്കണേ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ മയ്യത്തിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയാൽ അത് കത്തിക്കുന്നതിന്റെ വിധി എന്താണ്? അറിയുകയില്ലെങ്കിൽ പറഞ്ഞു തരട്ടെ. ഹറാമാണ്, ഹറാമാണ്. അത് മറവ് ചെയ്യൽ നിർബന്ധമാണ്. മറവ് ചെയ്യൽ ഒരു ബഹുമാനമാണ്. അതുകൊണ്ടാ മനുഷ്യ ശരീരത്തെ മറവ് ചെയ്യണമെന്ന് കൽപ്പിച്ചത്. നിങ്ങൾ ഈ പറഞ്ഞ മസ്അല പറഞ്ഞ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കൂ. ഇക്റാമല്ലഹും, ഇക്റാമല്ലഹും, ഇക്റാമല്ലഹും. എന്തിനാണ് ഈ മുടിയെ ഇങ്ങനെ ബഹുമാനിക്കുന്നത്? അത് മുഅ്മിനിനോടുള്ള ബഹുമാനമാണ്, മുഅ്മിനായ മനുഷ്യനോടുള്ള ബഹുമാനമാണ്. അവന്റെ മുടിയെ ബഹുമാനിക്കണം, അവന്റെ നഖത്തെ ബഹുമാനിക്കണം, അവന്റെ അവയവങ്ങളെ ബഹുമാനിക്കണം. ഇതൊരു സാധാരണ മുഅ്മിനിന്റെ നിയമമാണെങ്കിൽ, ഓ സുഹൃത്തുക്കളെ, ഈ മുഅ്മിനായ മനുഷ്യന്റെ ബഹുമാനം എന്താണ്? മുഅ്മിനായ മനുഷ്യന്റെ ബഹുമാനം എന്താണ്? ആർക്കാ മുഅ്മിൻ എന്ന് പറയാ? ഈമാൻ, ഈമാൻ എന്ന് പറയുന്നത് തന്നെ അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദറൂറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതാ പഠിപ്പിച്ചതായി അനിവാര്യമായി അറിയപ്പെട്ട ഒരു വിഷയം. ആ വിഷയങ്ങളെ മുഴുവനും വിശ്വസിച്ച് അംഗീകരിക്കുന്നവനാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ആകയാൽ ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് വിശ്വസിക്കലാണ്. അതാണ് ഈമാൻ. അപ്പൊ ഒരു മൂമിൻ എന്ന് പറഞ്ഞാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഒരാൾ മൂമിനാകുന്നത്. ആ മുഅ്മിനായ മനുഷ്യന്റെ ഡെഡ് ബോഡിയിലെ രോമത്തിന്, ഡെഡ് ബോഡിയിലെ മുടിക്ക് അതേ ഇത്ര വലിയ ബഹുമാനമാണെങ്കിൽ ചോദിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, ഓ ബുദ്ധിയുണ്ടോ, ബുദ്ധിയുണ്ടോ, വിവേകമുണ്ടോ? അതെ, ഞാൻ ആദ്യം പറഞ്ഞത് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം അംഗീകരിക്കാത്ത ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ്. നിങ്ങൾ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യും, ഇസ്ലാമിന്റെ തത്വങ്ങളെ ചോദ്യം ചെയ്യും, ഞങ്ങൾ അള്ളാന്റെ റസൂലിനെ നിന്ദിക്കും എന്ന് ചിന്തിക്കുന്ന യുക്തിവാദി ഉണ്ടെങ്കിൽ, യുക്തിവാദിയുടെ തരീഖത്ത് സ്വീകരിച്ച മൗലവി ഉണ്ടെങ്കിൽ, അത്തരം അതേ യുക്തിവാദി, അത്തരം പുത്തൻവാദി, അവർക്ക് വേണ്ടിയാ ഞാൻ തേന് പറഞ്ഞത്, അവർക്ക് വേണ്ടിയാ ചെമ്മരിയാട്ടിന്റെ രോമം പറഞ്ഞത്, അവർക്ക് വേണ്ടിയാ പശുവിന്റെ പാല് പറഞ്ഞത്. ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അതൊന്നും വേണ്ട. മുസ്ലിമീങ്ങൾക്ക് ഫിഖ്ഹിന്റെ നിയമങ്ങൾ തന്നെ ധാരാളം പറയാനുണ്ട്. ഞാൻ പറയട്ടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോമത്തിന്റെ, അവിടുത്തെ പുണ്യകേശത്തിന്റെ, അവിടുത്തെ ഉമിനീരിന്റെ ബഹുമാനം എത്രയാണ്? അതുണ്ടോ ഒരു പണ്ഡിതന് പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? അതുണ്ടോ പുസ്തകങ്ങൾ എഴുതി തീർക്കാൻ കഴിയുന്നു? ഓ മുഅ്മിനീങ്ങളെ, ഫകൈഫ യുദ്രികു ഫീ ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻതസൽ ലൗ അൻഹു ബിൽ ഹുലൂമി. ഉറങ്ങിക്കിടക്കുന്നവർക്കുണ്ടോ അവിടുത്തെ ബഹുമാനം അറിയുന്നു? അതുകൊണ്ടാണ് ഉറങ്ങുന്ന മുഴുവൻ ആളുകളെയും ഉണർത്താൻ വേണ്ടി വരുന്നു കേരള യാത്ര. ഞാൻ ഈ സമയത്ത് ഉണർത്തട്ടെ, നിങ്ങൾ ശരിക്കും ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാ ബഹുമാനിച്ചത്? അത് ഏറ്റവും ബഹുമാനിച്ചത് തഖ്വയുള്ള, ഏറ്റവും തഖ്വയുള്ള മഹാന്മാർ. അവരാരാണ്? തഖ്വയില്ലാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
തഖ്വയുള്ള മഹാന്മാർ ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല ഹൃദയം സെലക്ട് ചെയ്തെടുത്ത മഹാന്മാർ ആരാണത്? ഖുർആൻ പറയുന്നു, നബി തങ്ങളോട് വല്ലാത്ത അദബ് കാണിക്കുന്ന മഹാന്മാർ അവിടുത്തെ മുന്നിൽ വെച്ച് പതുക്കെ അല്ലാതെ സംസാരിക്കൂല. മെല്ലെ മാത്രമേ അവിടുത്തെ സദസ്സ് സംസാരിക്കൂ. ആ നിലക്കുള്ള സഹാബത്ത് അവരെ പറ്റി ഖുർആൻ പറഞ്ഞു, ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അവരെ ഹൃദയം തഖ്വക്ക് വേണ്ടി അല്ലാഹു സെലക്ട് ചെയ്തിരിക്കുന്നു. അള്ളാന്റെ സെലക്ഷനാ കേട്ടോ, അല്ലാഹു തആല സെലക്ട് ചെയ്തതാണ്. തഖ്വക്ക് ഹൃദയം. ഞാനാദ്യം പറഞ്ഞു അത്തഖ്വ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്, ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിന്റെ തഖ്വ ഏറ്റവും കൂടുതലുള്ള മഹാന്മാർ. അവരെ പറ്റി പറഞ്ഞത് എന്താണ്? വളരെ പതുക്കെ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ സംസാരിക്കൂ. കാരണം ഹൃദയത്തിന്റെ തഖ്വ പടച്ച റബ്ബ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നതിലാണ്. ആ സഹാബത്ത് ശരിക്കും മനസ്സിലാക്കും. ആ സഹാബത്തിന്റെ പതിവെന്താണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഉർവത്ത് ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. മുശ്രിക്കുകളുടെ മുമ്പിൽ ഇമാം ബുഖാരി ഇതെടുത്ത് ഉദ്ധരിക്കുന്നു, വമാ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും ഫയദ്ലുകു ബിഹാ വജ്ഹഹു വജിൽദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എന്താ ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലുണ്ടോ? ഒരു പുത്തൻവാദിയുടെ ചോദ്യം ഇടക്ക്. മുഹമ്മദ് നബി അങ്ങനെ പറയാറുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വാ, ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ഇരുന്നോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയിക്കോ. ഇങ്ങനെ സഹാബത്തിന്റെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി പറയാറുണ്ടോ? ഒരു ചോദ്യമാണ്. ഓ പുത്തൻവാദി, അങ്ങനെ പറയാറില്ല, ഉറപ്പിച്ചു വെച്ചോ, പറയാറില്ല. പക്ഷെ ഞങ്ങൾ സുന്നികള് ഉറക്കെ പറയും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഉറക്കെ പറയും. നീ 1000 പുത്തൻവാദം കൊണ്ടുവന്നാലും, എല്ലാ ലഘുലകയും തീർത്താലും, ഉള്ള പൈസ തീർത്തും നീ തീർത്താലും, എല്ലാ മൗലവിയെയും കൊണ്ടുവന്ന് പാട്ട് പഠിച്ചാലും ഞങ്ങൾ തീർത്തൂലട്ടോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എന്തുകൊണ്ട് പറയും? ഞങ്ങൾക്ക് ഞങ്ങളെ മുൻഗാമികൾ അങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ മുൻഗാമികൾ എന്ന് പഠിച്ചതാണ് ദീൻ. അവർക്കവരെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്കവരെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്കവരെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ അവർ പഠിപ്പിക്കാൻ കാരണം? അക്രിമു അസ്ഹാബി, എന്റെ സഹാബികളെ നിങ്ങൾ ബഹുമാനിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി. ബഹുമാനത്തിന്റെ ഒരു ഭാഗമാണ് അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു എന്ന് പറയൽ. ഇതാര് തീരുമാനിച്ചു? അത് മുൻഗാമികളാ മഹാന്മാര് തീരുമാനിച്ചു. അവ എങ്ങനെ ബഹുമാനിക്കണമെന്നത് പഠിപ്പിക്കാൻ മുജിത്തഹിദുകളായ ഇമാമിങ്ങൾക്ക് അവകാശമുണ്ട്. അവര് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം, ഞങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് റസൂലുള്ള ചെയ്ത് കാണിക്കണമെന്നില്ല. ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാര് കാണിച്ചു തന്നാൽ തന്നെ ഞങ്ങൾക്ക് തെളിവാണ്. അതുകൊണ്ട് ഓ പുത്തൻവാദി, ഒന്നുകിൽ റളിയല്ലാഹു അൻഹു എന്ന് പറയണമെന്ന് നീ ഖുർആനിൽ കാണിക്കണം, അല്ലേ ഹദീസ് കാണിക്കണം. അത് രണ്ടും കാണിക്കാത്ത കാലത്തോളം നീ റളിയല്ലാഹു അൻഹു പറയുമ്പോ നിന്റെ ഭാഷയിലും നിന്റെ വിശ്വാസത്തിലും നീ ബിദ്അത്ത് ചെയ്ത് നരകത്തിലാണ്.